പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്നേഹ നമസ്കാരം. വീണ്ടും നമ്മൾ അനിഴം നക്ഷത്രത്തിലേക്ക് പോകുന്നു. അനേക നക്ഷത്രങ്ങൾ കഴിഞ്ഞ് അനിഴത്തിലെത്തി നിൽക്കുകയാണ്. അനിഴം നക്ഷത്രം ഒരു ശുഭ നക്ഷത്രമാണ്. അത് ദേവനക്ഷത്രമാണ്, ഊണുനാളാണ്, മുഹൂർത്ത നക്ഷത്രമാണ്. എല്ലാ മുഹൂർത്തങ്ങൾക്കും അനിഴം ഉപയോഗിക്കുന്നു. പക്ഷെ അനിഴം മധ്യമരിക്കുന്ന ആളാണ്. മധ്യമരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഭരണി, പൂരം, പൂരാടം, മകീരം, ചിത്തിര, അവിട്ടം, പൂയം, അനിഴം, ഉത്രട്ടാതി, ഈ 9 നാളാണ് മധ്യമരിക്കും. അപ്പൊ ഈ 9 നാളുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അനിഴം നാളിനെ സംബന്ധിച്ചിടത്തോളം വിവാഹാദി കാര്യങ്ങളിൽ തടസ്സം വരും. തടസ്സം വരുന്നു എന്ന് പറഞ്ഞാൽ ഈ 9 നാള് മൈനസായി പോകുന്നു. പിന്നെ വേറത്തെ കാര്യങ്ങളുണ്ട്. അനിഴം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികക്കൂറ് നക്ഷത്രമാണ്. ചന്ദ്രൻ നീചനാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഈ വിവാഹത്തിന്റെ തടസ്സത്തിന്റെ കാര്യം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അതിനു മുമ്പ് പഞ്ചാംഗത്തിൽ കാണുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇതിന്റെ പക്ഷിമൃഗാദികൾ, മൃഗം മാനാണ്, അതുപോലെ വൃക്ഷം ഇലഞ്ഞിയാണ്, ഗണം ദേവനാണ്, ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. ഇത് ഒരു സ്ത്രീ നക്ഷത്രമാണ്. അനിഴം പുരുഷനല്ല, സ്ത്രീയാണ്. അതിന്റെ യോനിയും സ്ത്രീയോനിയാണ്. പക്ഷി കാക്കയാണ്, ഭൂതം അഗ്നിയാണ്, ദേവൻ മൈത്രനാണ്. ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തിന്റെ ഈ സാധാരണഗതിയിലുള്ള ഫലങ്ങൾ. ആളുകൾ ഞാൻ ചോദിക്കും, എല്ലാവരും നിങ്ങളുടെ പക്ഷി എന്താണെന്നൊക്കെ ചോദിക്കുന്നു. ആരോടും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ദയവായി ക്ഷമിക്കണം, എല്ലാ എപ്പിസോഡിലും പറയുന്നുണ്ടല്ലോ എന്ന് തെറ്റിദ്ധരിക്കരുത് കാണുന്ന ആളുകൾ. പക്ഷെ അനിഴം നക്ഷത്രം മാത്രമായിരിക്കും അനിഴം നക്ഷത്രക്കാർ കാണുന്നത്. അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിച്ച് എല്ലാ നക്ഷത്രങ്ങൾക്കും ഈ കാര്യം പറയുകയാണ്. മൂലം, ഉത്രാടം, അവിട്ടം, തിരുവാതിര, പുണർതം മുതലായ നാളുകാരുമായിട്ട് അവിട്ടത്തിന് യോജിപ്പ് കുറവായിരിക്കും. അവരുമായിട്ട് ഇവർക്ക് കാര്യമായ യോജിപ്പൊന്നും ഉണ്ടാവില്ല. അതിൽ അഷ്ടമരാശിക്കൂറ് വരാം. അതുപോലെ ഈ തരം നക്ഷത്രങ്ങളുമായിട്ട് അവർക്ക് കാര്യമായ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോ ഇത് ശുഭനക്ഷത്രമാണ്. സഞ്ചയനത്തിന് എടുക്കുകയില്ല കേട്ടോ. മുറി നക്ഷത്രം ആയതുകൊണ്ട് സഞ്ചയനം മുതലായ കർമ്മങ്ങൾക്ക് ഇത് എടുക്കാൻ ക്ഷമിക്കണം. മുറി നക്ഷത്രമല്ല, അനിഴം പൂർണ്ണ നക്ഷത്രം തന്നെയാണ്. സഞ്ചയനത്തിനെല്ലാം എടുക്കുന്നതാണ്, ഞാൻ തെറ്റി പറഞ്ഞാണ്. അപ്പോ എല്ലാ മുഹൂർത്തങ്ങൾക്കും, സകല മുഹൂർത്തങ്ങൾക്കും അനിഴം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോ അനിഴത്തിനെ സംബന്ധിച്ചിടത്തോളം അവര് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അനിഴ നക്ഷത്രത്തിൽ അനേകം മഹാരഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും കലാകാരന്മാരും കലാകാരികളും അതുപോലെ സ്പോർട്സുകാരും ഒക്കെ ജനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അനിഴ നക്ഷത്രക്കാരൻ നമ്മുടെ ഒരു യുഗാവതാരം പോലെ കടന്നുപോയ ഉമ്മൻചാണ്ടിയാണെന്ന് പറയുന്നു. അവർക്കൊന്നും സാധാരണ രീതിയിൽ യാതൊന്നും എഴുതി വെക്കാറില്ല എന്ന് പറയുന്നു എന്ന് പറയുന്നതാണ്. ഉമ്മൻചാണ്ടി അനിഴം നക്ഷത്രമായിരുന്നു എന്നാണ് പറയുന്നത്. അച്യുതാനന്ദനും ഇതേ നക്ഷത്രമായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ ഇനിയിപ്പോ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവർ തന്നെ പല നേതാക്കന്മാർ, ഞാൻ എല്ലാവരെയും വലിച്ചഴക്കുന്നില്ല, കാരണം ഇതെല്ലാം കോൺട്രവേഴ്സ്യലാണ്. അപ്പോ ഇവര് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോവുക. എപ്പോഴും ജനിച്ച് അവരുടെ ജീവിതം അവസാനിക്കുന്നത് വരെ പ്രതിസന്ധികളായിരിക്കും അവർക്ക്. എപ്പോഴും തിരക്കോട് തിരക്കായിരിക്കും. അവർക്ക് ഒരു സമയത്തും സ്വൈര്യത എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു പ്രത്യേകത, വിഷാദം ഇവരെ അലട്ടുന്നു. അതിന് കാരണമുണ്ട്. വൃശ്ചികക്കൂറ് ചന്ദ്രൻ വൃശ്ചികക്കൂറിൽ നിൽക്കുന്നു. ചന്ദ്രൻ വൃശ്ചികമാസത്തിൽ നീചനാണ്. ചന്ദ്രനാണ് മനസ്സിന്റെ ആധിപത്യം. മനോമാതൃകാരകനാണ് ചന്ദ്രൻ. അപ്പോ ചന്ദ്രന് നീചത്വം വന്നാൽ, അയാൾക്ക് ബലമില്ലാതെ വന്നാൽ, അയാൾക്ക് പക്ഷബലമില്ലാതെ വന്നാൽ ഇവർ ഒരു തരം വിഷാദത്തിന് അടിമപ്പെടും. എന്നാൽ നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തികളെ കുറിച്ച് പറഞ്ഞു, ഓരോന്നും ഇത്തരക്കാരല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും. അതിന് മറുപടി ഒന്നും. ചന്ദ്രന് പക്ഷബലം ഉണ്ടാകുക, കറുത്ത പക്ഷത്തിലായാലും വെളുത്ത പക്ഷത്തിലായാലും പക്ഷബലം ഉണ്ടാകുക മാത്രമല്ല, ചന്ദ്രനെ സംബന്ധിച്ച് നീചവും അതുപോലുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ പോലും ഈ പക്ഷബലം വളരെ പ്രധാനം ചെയ്യും. നീചഭംഗം വരിക, നീചഭംഗ രാജയോഗം വരിക. ഈ മേൽപ്പറഞ്ഞ ആളുകൾക്കെല്ലാം നീചഭംഗ രാജയോഗമുണ്ട്.
നീചഭംഗരാജ്യമുള്ള ആളുകളെല്ലാം ഉന്നതമായ അവസ്ഥയിൽ ചക്രവർത്തി തുല്യ പദവിയിൽ അവര് വാഴുകയാണ്. അവർക്ക് ഇതൊന്നും പ്രശ്നമില്ല, ഒരു പ്രതിസന്ധിയും അവർക്ക് പ്രശ്നമില്ല. എത്ര ജോലി എടുക്കാനും അവർ തയ്യാറാണ്. രാവ് പകലാക്കി രാത്രി ഉറക്കം നിന്ന് ഉമ്മൻചാണ്ടിയെ പോലെ ആളുകൾ 20 മണിക്കൂർ 21 മണിക്കൂറാണ് ജോലി എടുത്തിരുന്നതെന്നാണ് പറയുന്നത്. രാത്രി ഉറക്കമില്ല, അയലും നോക്കലും അതുപോലെ മറ്റു കാര്യങ്ങൾ. ജനങ്ങളുടെ ഇടയിൽ നിന്ന് രാത്രി 2 മണി 3 മണി വരെയെല്ലാം ജോലി ചെയ്തിരുന്ന കഥ അന്യത്ര നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അങ്ങനെയുള്ള അപാര പ്രതിഭാസങ്ങളും അപൂർവ വ്യക്തിത്വങ്ങളും ഈ നക്ഷത്രത്തിലുണ്ട്. അതും ഇതിന്റെ പ്രത്യേകതയാണ്. എന്നാൽ മറിച്ച് ഞാൻ പറഞ്ഞ ഒരു വിഷാദം ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അവർക്ക് മനസ്വസ്ഥത കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ചന്ദ്രന് ഈ പറയുന്ന കലാമിറ്റി ഉണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് നീചത്തിൽ നിൽക്കുന്നു, ചന്ദ്രന് പക്ഷബലം ഉണ്ടാകുന്നു, നീചഭംഗ രാജയോഗം ഉണ്ടാകുന്നു. നീചഭംഗ രാജയോഗം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന അവസ്ഥയിൽ വരും. രണ്ടും മനസ്സിലാക്കണം. ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് ആരും ചോദിച്ചു പോകരുത്. കാരണം ഇങ്ങനെ രണ്ട് പക്ഷാന്തരം ഇവിടെ ഉണ്ട്. അപ്പോ ഇതാണ് അനിഴം നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകത. ഇവര് സദാസമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആ പ്രവൃത്തി ആലോചനയുള്ള പ്രവൃത്തി ആയിക്കൊള്ളണമെന്നില്ല. ആലോചനാരഹിതമായിട്ട് അവര് ഏത് കാര്യത്തിലും ചാടി വീണ അവസാനം പഴി കേൾക്കും. മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടും പല കാര്യങ്ങളും. അത് ഒരു വിഭാഗക്കാര്. മറുവിഭാഗം ഞാൻ പറഞ്ഞില്ലേ, ചന്ദ്രന് ബലമുള്ളതും നീചഭംഗ രാജയോഗമുള്ള ആളുകളും അങ്ങനെയല്ല. അവര് വളരെ ആലോചനാപൂർവം യുക്തിപൂർവം തങ്ങൾക്കറിയാത്ത കാര്യം മറ്റുള്ളവരോട് ചോദിച്ച് അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകും. കേസ് നടത്തിപ്പിൽ ഇവർ വിദഗ്ധന്മാരാണ്. വളരെ ഭംഗിയായി കേസുകൾ നടത്തും. ആ കേസുകൾ നടത്താൻ അവർക്ക് സഹായികൾ ആവശ്യമുണ്ടാവും. ആ സഹായികളോട് കാര്യങ്ങൾ നെല്ലും പതിരും ചോദിച്ച് മനസ്സിലാക്കിയായിരിക്കും അവര് മുന്നോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കുറ്റപ്പെടുത്തലുകളും മറ്റു കാര്യങ്ങളും എല്ലാം കേൾക്കേണ്ടതായി വരും. ഉന്നത സ്ഥാനത്തിരുന്നാൽ പോലും അപമാനിതനാകുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പലരുടെ കാര്യങ്ങളും ഈ പറഞ്ഞ ചില വ്യക്തികളുടെ കാര്യത്തിലെല്ലാം വളരെ ഉന്നത സ്ഥാനത്തിരുന്നിട്ട് പോലും അവരെ വലിച്ചു താഴ്ത്തിറക്കുകയും ഇല്ലാവചനം പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അതിന്റെ മഹാപാപം പലരും തലയിൽ നിന്നും ഏറ്റുവാങ്ങി നടക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈ നക്ഷത്രത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഉന്നത സ്ഥാനത്തെത്തിയാൽ പോലും അവര് ഈ രീതിയിലെല്ലാം ആക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഇവർക്കൊരു പ്രത്യേകത ഉള്ളത് സ്വതന്ത്രശീലന്മാരാണ്. ഇത് ആര് പറഞ്ഞാലും അവര് അവരുടേതായ വഴി കൂടി പോകുന്നു. അവര് സ്വതന്ത്രന്മാരാണ്. അവരുടെ ചിന്ത സ്വതന്ത്ര ചിന്തയാണ്. ആ സ്വതന്ത്ര ചിന്തയ്ക്ക് അനുസരിച്ച് മാത്രമേ അവര് മുന്നോട്ട് പോകുള്ളൂ. അവര് അതല്ലാതെ അതിൽ നിന്ന് വ്യതിചലിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു മാർഗം. അവര് ഉറച്ച തീരുമാനം. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിന് 1 മാസമോ 2 മാസമോ അവധി വയ്ക്കില്ല. ഉടനടി തീരുമാനമെടുത്ത് ഉടനടി അത് നടപ്പാക്കി കൊടുക്കുക. അത് ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കുക. അവർക്ക് വലിപ്പച്ചെറുപ്പമില്ല. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിപ്പച്ചെറുപ്പമില്ല. ചെറുതാവട്ടെ വലുതാവട്ടെ കുബേരനാവട്ടെ കുചേലനാവട്ടെ അവര് വളരെ കാര്യഗൗരവമായിട്ട് ഒരേപോലെ 2 കണ്ണും ഒരുപോലെ എന്ന് പറയുന്ന രീതിയിൽ അവര് വളരെ താല്പര്യപൂർവ്വം പരിഗണിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ഇവര് ശുദ്ധഗതിക്കാരാണ്. ഒരാളുടെ വിഷമം കേട്ടാൽ അവരോട് വളരെ താതാത്മ്യം പ്രാപിച്ച് ആ വിഷമം അവരുടേതായ വിഷമമായി സ്വാംശീകരിച്ച് അവര് അത് വളരെ കാര്യഗൗരവമായി നടത്തി കൊടുക്കുന്ന ഒരു സ്വഭാവവും ഇവർക്ക് ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഇവരുടെ വേറൊരു പ്രത്യേകത പിതൃഗുണം. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ഇവർക്ക് കാര്യമായ ഗുണം ലഭിക്കുന്നില്ല. കാര്യം മാതാവായിട്ടോ പിതാവായിട്ടോ ഇവർ അകന്ന് ഒറ്റയ്ക്ക് കഴിയാനും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനും ഇവർ സദാ ജാഗരൂകരായിരിക്കും. അവരുടെ വഴിയിലായിരിക്കും അവര് പോകുന്നത്. അവരുടെ ഭാഗ്യാന്വേഷണങ്ങളും എല്ലാം അവരുടേതായ വഴിയിലായിരിക്കും അവർ നടത്തുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അവർ വളരെ സുതാര്യതയും ഭാര്യാഭർത്തൃ ബന്ധം വളരെ കാര്യഗൗരവമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അനിഴം നക്ഷത്രക്കാര്. ഇത് പുരുഷന്മാരുടെ കാര്യം. ഇനി സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ അവര്
വളരെ അടുക്കും ചിട്ടയും വൃത്തിയും വെടുപ്പും വളരെ ഉത്സാഹശീലരും വിദ്യാസമ്പന്നരും അതുപോലെ ഉദ്യോഗം മുതലായ കാര്യങ്ങളിലെല്ലാം വളരെ താല്പര്യമുള്ളവർ, കുടുംബഭരണ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളും അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. അവരുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം, ഏത് രീതിയിൽ കൊണ്ടുവരണം, ഏത് വിദ്യാഭ്യാസം കൊടുക്കണം, ഏത് മേഖലയിൽ എത്തിക്കണം എന്നെല്ലാം അനിഴം നക്ഷത്രം സ്ത്രീയെ സംബന്ധിച്ച് അവർ വളരെ ജാഗരൂകരായിരിക്കും. വൃത്തിയും വെടുപ്പും അതുപോലെ സാവധാനത്വം, ഒരു സാവധാന സ്വഭാവം, അത് ഹറിബറിയല്ല, പെട്ടെന്ന് ഒരു കാര്യം ചെയ്യില്ല, വളരെ പതുക്കെ വളരെ മന്ദഗതി എന്നെല്ലാം പറയുന്ന രീതിയിലുള്ള ഒരു സ്വഭാവഗതി ഇവർക്കുണ്ട്. അതിന്റെ കാരണമുണ്ട്, ശനിയാണ് ഇതിന്റെ നക്ഷത്രനാഥൻ. ശനി പതുക്കെ സഞ്ചരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളും ഒരു വ്യാഴം ഒരു കൊല്ലം കൊണ്ട് രാശിചക്രം ബലം വെച്ച് വരുമ്പോൾ ശുക്രൻ മറ്റുള്ള ഓരോ മാസങ്ങൾ കൊണ്ടും ചന്ദ്രൻ ദിവസങ്ങൾ കൊണ്ടും ശനി 2.5 കൊല്ലം എടുക്കും. ആ ശനി സഞ്ചരിക്കുന്ന പതുക്കെയാണ്. അപ്പൊ ആ അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സാവധാനികളാണ്. അവർ തിരക്കുറിച്ച് ആഹാരം കഴിക്കുന്നതൊക്കെ വളരെ കലാപരമായിട്ടായിരിക്കും, വളരെ സാവകാശം, നമ്മൾക്ക് കണ്ടിരിക്കാൻ തോന്നും. പലരും ആഹാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വേഗം കഴിച്ചു പോകുന്ന കൂട്ടത്തിലല്ല ഇവര് വളരെ സാവകാശമേ കഴിക്കും. വളരെ സാവധാനികളാണ് പല കാര്യങ്ങളും. അതുപോലെ അവര് ഉദ്യോഗം തേടിപ്പിടിക്കാനും പഠന കാര്യത്തിലും അവര് വളരെ രക്തശ്രദ്ധരാണ്. അവര് പഠിക്കുന്ന കാര്യങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടി അവര് സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിച്ച് അതിൽ നേട്ടം ഉണ്ടാക്കും. അവർക്ക് ട്യൂഷൻ മുതലായ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവര് തന്നെ കാര്യങ്ങൾ പഠിച്ച് അവര് ഒപ്പിച്ചെടുക്കുകയാണ് സാധാരണ പലരും. ഉന്നത സ്ഥാനീയരായ പല ഉദ്യോഗസ്ഥന്മാരും, പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ IAS ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥകളും ഈ നക്ഷത്രത്തിൽ എനിക്ക് അടുത്തറിയാവുന്നവരുണ്ട്. അവരുടെ എല്ലാ സ്വഭാവം വീക്ഷിക്കുമ്പോൾ അവർക്ക് ഈ പ്രത്യേക സ്വഭാവം, സൗമ്യശീലം അവർക്ക് കാണാം. അവരുടെ കയ്യിൽ നിന്ന് രൗദ്രഭാവം വരില്ല. പക്ഷെ ഇവരുടെ ഉള്ളിനുള്ളിൽ പ്രതികാരം എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നാൽ അവര് ഭദ്രകാളിയായി മാറുകയും പ്രതികാര ദുർഗയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയും കണ്ടിട്ടുണ്ട്. ഇതാണ് അനിഴം നക്ഷത്രത്തിന്റെ സ്ത്രീ ജാതകത്തിന്റെ പ്രത്യേകത. അവര് ഭർത്താവിനെ വളരെ ഭക്തിയോടുകൂടി കാണുകയും ഭർത്താവിനെ ദൈവമായി കണക്കാക്കുകയും ഇതെല്ലാം അവരുടെ ജാതകത്തിനെയും കൂടി ബന്ധപ്പെടുത്തി വേണം പറയാനായിട്ട്. ഇതൊരു പൊതുകാര്യമാണ്, പക്ഷെ എല്ലാവർക്കും ഇത് ബാധിച്ചോളണമെന്നില്ല. എന്നിരുന്നാലും ഭർത്തൃഭക്തി അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ അത് ഒരു പ്രധാന ഘടകമായിട്ട് നമുക്ക് എടുക്കാം. അവരുടെ സൗകുമാര്യം, അവരുടെ ശരീരപ്രകൃതി എന്നുവെച്ചാൽ സാമാന്യം ഒരു 5.5 അടി എല്ലാം ഉണ്ടാകുന്ന ഒരു രീതി. പുരുഷനായാലും ഒക്കെ സാമാന്യം നല്ല പൊക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ശാരീരിക ക്ഷമത, രോഗങ്ങൾ കാര്യമായി അവരെ ബാധിക്കാറില്ല. പല്ല്, അതുപോലെ ശ്വാസകോശ സംബന്ധമായ ചില രോഗങ്ങൾ, നീരിറക്കം, പനി, അതുപോലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് സാധാരണഗതിയിൽ ഈ നക്ഷത്രക്കാരെ കാര്യമായി ബാധിക്കുക. അല്ലാത്ത രോഗങ്ങളൊന്നും, മാരകമായ രോഗങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അപൂർവം ചില ആളുകൾക്ക് ഈ പറയുന്ന മാനസികമായ ചില ബുദ്ധിമുട്ടുകളും കണ്ടെത്താം. ചന്ദ്രനാണല്ലോ ഈ പറയുന്ന കൂറിന്റെ ഉടമസ്ഥൻ. ആ ചന്ദ്രന്റെ അവസ്ഥ അനുസരിച്ച്, ബലാബലം അനുസരിച്ചായിരിക്കും അത് വരുന്നത്. അപ്പൊ അതൊക്കെ ഓരോ വ്യക്തിയെ സംബന്ധിച്ച് അത് മാറിയും മറിഞ്ഞും ആറിയും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഇനി അനിഴം നക്ഷത്രം ജനിക്കുന്നത് ശനിദശയിലാണ്. ശനിദശ 19 കൊല്ലമാണ്. ആ 19 കൊല്ലത്തിൽ ചിലപ്പോൾ 5 കൊല്ലം കിട്ടാം, 2 കൊല്ലം കിട്ടാം, 3 കൊല്ലം കിട്ടാം, അല്ലെങ്കിൽ 17 കൊല്ലം കിട്ടാം, 18 കൊല്ലം കിട്ടാം. അത് ആ ജനിക്കുന്ന സമയത്തെ ആസ്പദമാക്കിയാണ് ജനനശിഷ്ടം ശനി വരുന്നത്. അപ്പൊ ആ ശനിദശയിൽ ജനിക്കുമ്പോൾ ഇവർക്ക് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അത്ര വലിയ ഒരു സൗന്ദര്യം ഉണ്ടാവില്ല. ശനി സുന്ദരമൂർത്തി അല്ല. ശനിയുടെ നിറം കറുപ്പാണ്. അപ്പോ ഒരു ഇരുനിറം ഒക്കെ ഉള്ള ആളുകളായിരിക്കും ഇവര്. വലിയ കറുത്തായിരിക്കും. വെളുത്തവരും ഉണ്ടാവും. കാരണം ചിലപ്പോ പക്ഷബലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ചിലപ്പോ വെളുത്തവരായിരിക്കാം. വെളുത്ത പക്ഷത്തിലാണെങ്കിൽ വെളുത്ത നിറം വരാൻ, കറുത്ത പക്ഷത്തിൽ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ സാധാരണഗതിയിൽ വരാറുണ്ട്. അപ്പൊ ശനിദശയിലാണ് ഇവരുടെ ജനനം. അപ്പൊ ശനിദശ കഴിഞ്ഞാൽ അത് എത്ര കൊല്ലം കിട്ടിയെന്ന് നമുക്ക് സാധാരണ ജാതകം നോക്കി അറിയാം, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ വരുന്നത് ബുധനാണ്. ആ ബുധൻ സൗമ്യനാണല്ലോ. അപ്പൊ 17 കൊല്ലം പിന്നെ ബുധൻ വരും. പിന്നെ വരുന്നത് കേതു 7 കൊല്ലം. അത് കൊള്ളില്ല. കേതു എങ്ങനെ വന്നാലും കേതുവിന് കേതു വേണ്ട എന്നുള്ളതാണ് പ്രമാണം. അപ്പൊ കേതു കഴിഞ്ഞ് വലിയ ശുക്രദശ വരും.
ശുക്രദശ കഴിഞ്ഞാൽ പിന്നെ ആദിത്യൻ വരും. ആദിത്യൻ കഴിഞ്ഞാൽ ചന്ദ്രൻ വരും. ചന്ദ്രൻ കഴിഞ്ഞ് ചൊവ്വ വരും. ഇങ്ങനെ ദശകൾ പോകുന്നത്. അപ്പൊ ഒരാൾക്ക് 7 ദശ 8 ദശയൊക്കെ കിട്ടും, ചിലർക്ക് 9 ദശയും കിട്ടും ദീർഘായുസുള്ള. മിക്കവാറും അനിഴം നക്ഷത്രക്കാരെല്ലാം മധ്യമായുസിന് മുകളിൽ 76 വയസ്സിന് മേൽപോട്ടാണ് അവർക്ക് ആയുസ് സാധാരണ കണ്ടുവരുന്നത്. 84 വയസ്സാണ് പൂർണ്ണായുസ്. 1000 ചന്ദ്രനെ കാണാനുള്ള യോഗമാണ് 84 വയസ്സ്. അത് സാധാരണഗതിയിൽ പൂർണ്ണായുസ് എന്ന് പറയും. അങ്ങനെയുള്ളവരും ഉണ്ട്, അതിനപ്പുറം പോകുന്നവരും ഉണ്ട്. അത് ജനന സമയവും ആ ജാതകത്തിന്റെ പ്രത്യേകത കൊണ്ടും ആയിരിക്കും സാധാരണഗതിയിൽ സംഭവിക്കുക. അപ്പോ അനിഴം നക്ഷത്രത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഏകദേശ ധാരണ നമ്മൾക്ക് ഇവിടെ കിട്ടി. അതില് പുരുഷനായാലും സ്ത്രീ ആയാലും അവരുടെ സ്വഭാവവിശേഷങ്ങൾ, അവർക്ക് വരാവുന്ന കാര്യങ്ങൾ, അവരുടെ മാനസിക പ്രതിഭാസങ്ങൾ, മറ്റു കാര്യങ്ങൾ, മറ്റ് പലതും നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത മനസ്സിന്റെ വ്യതിചലിപ്പും മനസ്സിന്റെ ചഞ്ചലിപ്പുമാണ്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, പല കാര്യങ്ങളിലും അവരിടപെടും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരികെ മാറുകയും ചെയ്യും. അല്ലാത്തവരുണ്ട്, അതിനെക്കുറിച്ചും പറഞ്ഞു. ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ചന്ദ്രന്റെ സ്ഥിതി അനുസരിച്ചാണ് ഇവരുടെ മാനസിക പ്രതിഭാസങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ സാധാരണ അധ്യായങ്ങളിൽ പറയാറുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇവര് അനിഴം നക്ഷത്രക്കാര് മേടലഗ്നം ജനിക്കാം, ഇടവലഗ്നം ജനിക്കാം, മിഥുനലഗ്നം ജനിക്കാം, ഏത് ലഗ്നം വേണമെങ്കിലും ജനിക്കാം. ജനിക്കുന്ന സമയം അനുസരിച്ച് ലഗ്നം മാറും. അപ്പൊ മേടലഗ്നം ജനിച്ച ഒരു അനിഴം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിക്കോ അവർക്ക് സാധാരണഗതിയിൽ ശനിയും ബുധനും പാപനായിരിക്കും. അവര് ശനിയും ബുധനും പാപനാവുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എല്ലാ എപ്പിസോഡിലും എല്ലാ അധ്യായത്തിലും പറയുന്നുണ്ട്. അഷ്ടമാധിപത്യം, 11ാം ഭാവാധിപത്യം, 3ാം ഭാവാധിപത്യം, 7ാം ഭാവാധിപത്യം, കേന്ദ്രാധിപത്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നാണ് പാപത്വം ഭരിക്കുന്നത്. അങ്ങനെ പാപത്വം ഭരിക്കുമ്പോൾ ആ ദശ അവർക്ക് ഗുണം തരില്ല. അപ്പൊ ആ ദശയിൽ അവർക്ക് കിട്ടേണ്ടത് ചിലപ്പോൾ 100 കിട്ടേണ്ടതെങ്കിൽ 50 കുറയാം, 10 കുറയാം, 20 കുറയാം. അത് ആ ഗ്രഹം നിൽക്കുന്ന സ്ഥിതി അനുസരിച്ചായിരിക്കും വരുന്നത്. ഇതെല്ലാ ലഗ്നത്തിലും ബാധകമാണ്, ഇത് റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോ അവരെ ആരാധിക്കേണ്ടതായ ദൈവം വന്നിട്ട് ശിവനും മഹാവിഷ്ണുവാണ് അവരെ ആരാധിക്കേണ്ട ദൈവം. അത് 5ഉം 9ഉം ഭാവങ്ങളാണ് നമ്മൾ അതിനെക്കുറിച്ച് സാധാരണ പറയുന്നത്. ഇടവലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം അനിഴം നക്ഷത്രക്കാർക്ക് ചന്ദ്രനും വ്യാഴവും പാപത്വം ഭരിക്കും. ഈ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. അവര് ആരാധിക്കേണ്ടത് ശ്രീരാമനും ശിവനുമാണ്. അവർ ആരാധനാമൂർത്തികൾ 5ഉം 9ഉം ഭാവങ്ങളുണ്ട്. പിന്നെ മിഥുനലഗ്നം വരുമ്പോൾ കുജനും രവിയും ഗുരുവും പാപത്വം ഭരിക്കുന്നു. അവരെ ആരാധിക്കേണ്ടത് ഗണപതിയും ഭഗവതിയും ശിവനുമാണ്. കർക്കിടക ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാപത്വം വരുന്നത് ശുക്രനാണ്. ശുക്രൻ പാപനാണ്. ശുക്രൻ മാത്രമേ പാപത്തുള്ളൂ, മറ്റുള്ളവരെല്ലാവരും അനുകൂലികളായിരിക്കും. അപ്പോ അവരെ ആരാധിക്കേണ്ടത് സുബ്രഹ്മണ്യനെയും ഭഗവതിയെയും മഹാവിഷ്ണു അഥവാ ഗുരുവായൂരപ്പനെയും ആയിരിക്കും. അപ്പോ ചിങ്ങലഗ്നം വരുന്നു. ചിങ്ങലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം ബുധനും ശുക്രനും പാപനാണ്. അവരെ ആരാധിക്കേണ്ടത് മഹാവിഷ്ണുവിനെയും സുബ്രഹ്മണ്യനെയും ഭഗവതിയെയുമാണ്. 5ഉം 9ഉം ഭാവമുണ്ട്. കന്നി ലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെ ആരാധിക്കേണ്ടത് ശിവനും ഗണപതിയും ഭഗവതിയുമാണ്. അവർക്ക് പാപത്വമാർക്കൊക്കെയാണ് ചന്ദ്രനും വ്യാഴത്തിനും കുജനും അവർക്ക് പാപത്വമുണ്ട്. അവരുടെ കന്യലഗ്നത്തിന് പാപത്വമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ദോഷങ്ങൾ കൊണ്ടാണ് ആ പാപത്വം വരുന്നത്. പാപനായി എന്ന് വെച്ചിട്ട് തീർത്തും പാപനാവുന്നില്ല. ചിലപ്പോൾ 50% ഫലം കിട്ടാം. പക്ഷെ അവരുടെ ആഗ്രഹം പാപനായിരിക്കും, വേണ്ടത്ര ഗുണം തരുന്നില്ല. തുലാം ലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുരു, വ്യാഴം, രവി, കുജൻ ഇവരെല്ലാം പാപന്മാരാണ്. ശിവനും ശ്രീരാമനും അവരുടെ ആരാധനാമൂർത്തികളാണ്. വൃശ്ചിക ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ബുധനും കുജനും ശുക്രനും അവർക്ക് പാപനാണ്. മഹാവിഷ്ണുവും ഭഗവതിയും അവരുടെ ഇഷ്ടദൈവമാണ്. പിന്നെ ധനുലഗ്നത്തെ സംബന്ധിച്ച് ശുക്രനും ശനിയും അവർക്ക് പാപനാണ്. സുബ്രഹ്മണ്യനും അതുപോലെ ശിവനും അവരുടെ ഇഷ്ടമൂർത്തികളായി വരാം. മകരലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും കുജനും ചന്ദ്രനും അവർക്ക് പാപന്മാരാകുന്നു. അവർക്ക് ഗണപതിയും ഭഗവതിയും ശ്രീരാമനും അവരുടെ ഇഷ്ടദൈവമായി വരാം. കുംഭലഗ്നത്തെ സംബന്ധിച്ച് വ്യാഴവും ചന്ദ്രനും അവർക്ക് പാപനായി വരുന്നു. ശ്രീരാമനും ഹനുമാനും ഗണപതിയും ഭഗവതിയും
അവർക്ക് ഇഷ്ടദൈവമാകുന്നു. മീനലഗ്നത്തെ സംബന്ധിച്ച് ശനിയും ശുക്രനും രവിയും ബുധനും അവർക്ക് പാപനാകുന്നു. ഭഗവതിയും സുബ്രഹ്മണ്യനും അവരുടെ ഇഷ്ടദൈവമായി വരാം. ഇതെല്ലാം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഓരോ ലഗ്നക്കാരും അനിഴം നക്ഷത്രത്തെ കുറിച്ച് ഈ അധ്യായം കേട്ട് മനസ്സിലാക്കിയിട്ട് തന്റെ ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി എനിക്ക് ഇന്നതാണ് പാപൻ, ഇന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കാനാണ്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ സാധാരണ ആളുകൾ പറയുന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു കുറെ കാര്യങ്ങൾ ഉള്ളതും ഇല്ലാത്തതൊക്കെ റോക്കറ്റ് പോലെ വേഗത്തിൽ ചാടി വീഴുകയാണ്, എല്ലാ കഷ്ടകാലങ്ങളും തീർന്നു, സ്വർണം കിട്ടും, ധനം കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ നമുക്ക് പറയാം. അതൊന്നുമല്ല ഇതിന്റെ കാര്യം. ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ട് വളരെ ശ്രദ്ധാപൂർവം തയ്യാറാക്കി യൂട്യൂബ് ഏത് കാലത്തെടുത്ത് നോക്കിയാലും ഈ ലഗ്നവും ഈ നക്ഷത്രത്തിന്റെയും ഫലങ്ങൾ കൃതകൃത്യതയോടെ സൂക്ഷിച്ച് നോക്കി മനസ്സിലാക്കിയാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ഈ അധ്യായം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നീണ്ടു പോകാതിരിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം, പറയുന്നില്ല. പറയാവുന്ന കാര്യങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ തൊട്ട് തലോടി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ്, ഈ അധ്യായം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത അധ്യായവുമായി എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും വീണ്ടും നമുക്ക് കാണാം. നല്ല നമസ്കാരം, നന്ദി.